അല്ല, അത് ഉപജീവന മാർഗമാണ്. ഫ്രണ്ട്സ്, നമ്മളെ ചൂണ്ട കെട്ടിയിട്ടുണ്ട്, വള്ളിച്ചൂണ്ട കെട്ടിയിട്ടുണ്ട് പാടത്ത്. നമുക്കതൊന്ന് പൊക്കാൻ പോവാം. ചത്ത് മുഴുവൻ വെള്ളമായി. ഇതേ കണ്ടോ, ഇപ്പൊ നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പെ കയറിയിരിക്കുകയാണ്. നല്ല വെള്ളപ്പൊക്കമാണ്. എന്തായാലും നമ്മൾ പാടത്ത് കയറ്റി ചൂണ്ട കെട്ടിയിട്ടുണ്ട്. നമുക്കതൊന്ന് പോയി നോക്കാം. നമ്മുടെ പറമ്പിൽ കൂടെ തന്നെ വെള്ളം കയറി വരിക. വീടിന്റെ സ്റ്റെപ്പിന്റെ അവിടം വരെ വെള്ളമായി. ഇനിയും വെള്ളം കൂടാനുള്ള ചാൻസ് ആണെന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് പോവാം. ഇതിന് ഇവിടുന്ന് നേരെ മണിവലയാറ. നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ആറ് മണിവലയാറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പമ്പയുടെ ഒരു ശാഖ മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ. എന്തായാലും നമ്മൾ ആ പാടത്താണ് കേട്ടിരിക്കുന്നത്. നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി കാഴ്ചകൾ. ഇപ്പോഴത്തെ നമ്മുടെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് നമ്മൾ കാണിച്ചു തരാം. നമ്മൾ വാഴ നട്ടിരിക്കുന്നതെല്ലാം മൊത്തം മഴയും കൊലച്ചിരിക്കുകയാണ്. പാളയംകുടനും ഞാലിപ്പൂവനുമാണ് ഇരിക്കുന്നത്. മുഴുവൻ മഴയും കൊലച്ച് നല്ല അടിപൊളി കൊലയാണ്. പകുതി വെള്ളമൊക്കെ ആയ കൊലകളാണ്. പക്ഷേ ഒന്നും രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വാഴയുടെ എല്ലാം ചുവട്ടി വെള്ളമായി. ഈ വെള്ളം ഉടനെ ഇറങ്ങിപ്പോയാൽ കുഴപ്പമുണ്ടാകത്തില്ല. നമ്മുടെ കോവല് വെള്ളത്തിലായി. കോവലിന്റെ തടം വെട്ടി വെച്ചിരുന്ന അതിന്റെ മേളിൽ വെള്ളമായിട്ട് ഒന്നുമില്ല. മൊത്തം വെള്ളം. ഇത് ആറ്റിലോട്ട് നോക്കി, നല്ല കൊല. എല്ലാ മഴയും കൊലച്ച് നിൽക്കുക. മുഴുവൻ മഴയും കൊലച്ച് നിൽക്കുക. നമ്മുടെ കുട്ടനാട് ഒരു കടല് പോലെ ആയെന്നുള്ളതാണ്. ഇപ്പോഴും ആകാശം രാവിലെ ഇപ്പോൾ ഒരു മഴ പെയ്ത് വീണ്ടും മഴക്കാറാണ്. പടിഞ്ഞാറ് നല്ല മഴക്കാറ് വെച്ചിട്ടുണ്ട്. എന്തായാലും ഇനിയും കാത്തിരുന്ന് കാണാം. അല്ല, അത് ഉപജീവന മാർഗമാണ്. ഉപജീവന മാർഗമാണ്. അത് കമന്റ് ഇട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. ഉപജീവന മാർഗമാണ്. നമ്മൾ ചെയ്ത് ശീലിച്ച ജോലികൾ ചെയ്യുക. ഈ സമയത്ത് നമുക്ക് മീൻ കിട്ടിയാൽ നല്ല വിലയ്ക്ക് മീൻ പോവുകയും ചെയ്യും. കാര്യം എല്ലാ ആൾക്കാരും അത് എന്തായാലും മീൻ കൂടുതൽ ആവശ്യക്കാരുമാണ്. എല്ലാവരും വീട്ടിലിരിക്കുന്ന സമയമാണ്. ഇതൊക്കെ ഉണ്ടോ, നമ്മുടെ ബോട്ട് ചട്ടി ഉണ്ടോ, എല്ലാം മുങ്ങി. ഇനി കുറച്ചേ ഉള്ളൂ. ഇപ്പൊ ബോട്ട് സർവീസ് ഉണ്ട്. JC റോഡ് കുറച്ച് ഭാഗത്തെ വെള്ളം കയറിയിട്ടുള്ളൂ. എന്നാലും ബസ് ഓടുന്നുണ്ടായിരുന്നു. അവിടെ വലയിട്ട് വല പൊക്കുന്നു. നമ്മൾ മടയിൽ കൂടെ അല്ല കയറുന്നത്, നേരെ പറമ്പിൽ കൂടെ കയറി. വെള്ളം ഉറക്കാനുള്ള ചാൻസ് ഉണ്ടല്ലേ. വലയിട്ടൊരു വല എടുക്കുന്നുണ്ടല്ലേ. നോക്കാം, വെള്ളം ഉറക്കുകയാണ്. നമുക്ക് അങ്ങോട്ട് ഇറങ്ങിയിട്ട് വെള്ളം കുറച്ചില്ല. നമ്മള് പറമ്പിൽ കൂടെ നേരെ കയറി ഇങ്ങോട്ട് പോവുക. കുട്ടനാട്ടിലല്ലേ അങ്ങനെ തന്നെയാണ്. വെള്ളം വന്നു കഴിഞ്ഞാൽ മൊത്തം കയറി ഒഴുകുകയല്ലേ. വേണ്ടോ, നല്ല മഴക്കാർ വെച്ചിരിക്കുന്നുണ്ട്. നമ്മുടെ കുറ്റിയാണോ അത്? നമ്മുടെ കുറ്റിയാണല്ലോ. പോളയെല്ലാം വന്ന് അടിഞ്ഞ് കിടക്കുകയാണ്. ചെറുതിട്ട് എങ്ങനെയുണ്ട് ചെറുതിട്ട്? ഇങ്ങോട്ടാണോ? വേണ്ട, കിട്ടിയ മീൻ തൂളിയാണ്. തൂളിയാണ് ഇപ്പം കൂടുതൽ നമ്മുടെ ഇവിടെ. എന്തായാലും നമുക്ക് നമ്മുടെ ചൂണ്ടയൊന്ന് പോക്കാം. അതേ ഒരു കൊച്ചു മീൻ ചാടി വന്നിരിക്കുന്നത്. പരല. ഉണ്ടോ? നമുക്ക് ആവശ്യമുള്ള സാധനമാണ്. എന്നാലും പൊക്കോട്ടെ. നമ്മൾ ചൂണ്ട കെട്ടിയിരിക്കുന്ന സ്ഥലത്ത് അതാണ് നമ്മുടെ കുറ്റി.
ഇവിടുന്ന് നേരെ അങ്ങോട്ടാണ് കിട്ടിയിരിക്കുന്നത്. അടുത്തൊക്കെ അത് കലക്കവെള്ളമായി. നല്ല അടുത്ത മഴ ഉടനെ പെയ്യും. നല്ല മഴക്കാറ് വെച്ചിരിക്കുന്നു. മൊത്തം ആകാശം മൊത്തം മഴക്കാറ്. നമ്മളിന്ന് മഴയെ പേടിച്ച് കൂട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ണവാനം വീഡിയോ എടുക്കുമ്പോൾ കൂട്ടിൽ കിടന്ന് പറഞ്ഞ് ഭയങ്കര സൗണ്ടായിരുന്നു. ആണോ? ഒരാളല്ല, വല്ല വാഹയോ ചെറുമീനോ വല്ല ആയിരിക്കും. പാടത്തെ ചെളിക്കകത്ത് നമ്മൾ ഈ അലക് താന്നു കഴിഞ്ഞാൽ ഊരിയെടുക്കാൻ പോകണം. ഈ പാടത്ത് ഈ കുറ്റി നാട്ടുമ്പോൾ ഒരു സ്വല്പം തന്നാൽ മതി, അത് കട്ടയായിട്ട് അങ്ങ് ഈറി പിടിക്കുകയാണ്. അതാണ് ഊരി വരാൻ പാട്. മഴ പെയ്യാൻ ഉള്ള ചാൻസ് പെയ്യട്ടെ. ഇപ്പൊ പെയ്യരുതെന്ന് പറഞ്ഞാലും മഴ പെയ്യും. മഴ ഇല്ലേന്നും പറഞ്ഞിരിക്കുകയായിരുന്നു. പള്ളത്തിയാണ് നമ്മൾ കുത്തിയത്. ഈ പള്ളത്തിൽ ചത്തുപോയി. ആ പോളക്കകത്ത് കയറിയത്. മീനൊന്നും കാണുന്നില്ല. അതെ, എന്തെങ്കിലും മീൻ വരുമ്പോൾ ഇനിയും കാണാം. ഓക്കെ. നമ്മുടെ ചൂണ്ട മുഴുവൻ ചപ്പൊഴുകി. ഈ പാടത്തെ ചപ്പൊഴുകി കാറ്റടിച്ച് വന്ന് കയറുന്നത്. അത് കാരണം ഇത്രയും ചൂണ്ട നമ്മൾ വലിച്ചിട്ടൊന്നും കണ്ടില്ല. ഇപ്പം പാടത്തെ ചപ്പ് പറിച്ച് മാറ്റുന്ന സമയമാണ്. അപ്പം ഈ പറിച്ചിട്ടിരുന്ന സ്ഥലത്തുനിന്ന് ഒഴുകി വരുന്നതായത്. പരല് ആണതേ. ഇവിടെ ഒരു മീനുണ്ട്. ചപ്പിനകത്ത് ഉടക്കി കിടക്കുകയാണ്. കയ്യിൽ നിന്ന് നമ്മളിതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഇത്ര നേരം വലിച്ചിട്ടൊന്നും കിട്ടിയില്ല. ഈ ഭാഗം ചപ്പിനകത്ത് ഉടക്കിയാൽ ഇതല്ല. ഓ, ചെറിയ വാള. അത്ര ചെറുതല്ല, ചെറുതൊന്നുമില്ല. അയാലും ഒരെണ്ണമെങ്കിലും കിട്ടിയില്ലോ നമുക്ക്. ഓ, അപ്പൊ നമ്മള് ഒന്നും കിട്ടുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴേ നമുക്ക് ഒരു വാളെ കിട്ടി. ഇനിയുണ്ടോന്ന് നോക്കാം. ഈ ചപ്പിനിടയിൽ കൂടെ നമ്മൾ കെട്ടിയിരിക്കുന്നത്. പുതിയതായിട്ട് ഓള ഒഴുകി വന്ന് കയറിയിരിക്കുകയാണ്. ചൂണ്ട വലിച്ച് തീരാറായി. നമുക്ക് മീൻ കിട്ടിയതിന് ഇനി ചൂണ്ടയിലോട്ട് ഈ പോളയും ചപ്പും എല്ലാം കൂടെ വന്ന് കയറിയത്. എന്നാലും നമുക്കിപ്പോൾ ഒരു വാളെ കിട്ടിയില്ലേ. അടുത്ത വള്ളി നമുക്കൊന്ന് നോക്കാം. നമുക്കിനിയിപ്പം അടുത്ത വള്ളി വലിക്കുമ്പോൾ കാണാം. ഓക്കെ. നമുക്കിത് ഈ വാളെ കയറെ കെട്ടിയിടാം. നമ്മളിന്ന് കയറ് കൊണ്ടുവന്നിട്ടുണ്ട്. കടവായിക്കാ കൂർത്തിരിക്കുന്നത്. കറണ്ട് വല ഇട്ട് അവിടെ വല ഇട്ടിട്ടുണ്ട്. അവർ പോകുന്നുണ്ട്. ഇതിനെ നമുക്ക് ഇങ്ങനെ ഊരാനോ പറ്റുള്ളൂ. ഊരി വേണ്ട. വലിയ തരക്കേടില്ലാത്ത വാളെ 2 കിലോ മേളിലുണ്ട്. എന്തായാലും നമുക്ക് ഇതിനെ കെട്ടി വെള്ളത്തിൽ ഇടാനൊക്കത്തില്ല. ഈ ചപ്പിനകത്തൂടെ എല്ലാം കൂടെ പോകുന്ന കൂട്ടത്തിൽ അത് വിഷയമായി പോകും. നമുക്ക് ഇവിടെ ആയിട്ട് ഇങ്ങനെ കിടക്കട്ടെ. ഈ കുറ്റിയിലിട്ട് കെട്ടിയേക്കാം.
നമ്മൾ മാറി കിടക്ക്. അപ്പോൾ നമുക്ക് അടുത്ത വള്ളി വലിക്കാൻ പോകാം. അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ. അപ്പോൾ നമ്മുടെ കൂട്ടുകാരനാ ടോമിച്ചൻ്റെ ആണ് വലയിട്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഞങ്ങക്ക് വാള കിട്ടി. തൂളിയാണല്ലോ. കാര്യമൊന്നും കിട്ടിയില്ലേ? അണ്ടി ബക്കറ്റിനകത്തും ഉണ്ട്. തൂളി മാത്രം. ഞാൻ വലിക്ക്. എന്താ തൂളിയാണ് നമ്മുടെ കുട്ടനാട്ടിൽ കൂടുതൽ. ഇപ്പം ഈ കുട്ടനാട്ടിൽ നിന്നല്ല, ഒരുമാതിരിപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം തൂളിയാണ് കൂടുതൽ. മറ്റുള്ള മീൻ തീരെ കുറവാണ്. എന്താ നമുക്കിനി പോയി നമ്മുടെ ചൂണ്ട എടുക്കാം. അപ്പൊ രമിച്ച ഓക്കെ പോട്ടെ. നമ്മൾ അടുത്ത് കെട്ടിയിരിക്കുന്ന ചൂണ്ടയുടെ അടുത്ത് വന്നിരിക്കുകയാണ്. ഇതൊന്ന് വലിച്ചു നോക്കാം. ഇത് പോളയ്ക്കകത്ത് കയറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ 2 പേരില്ലാതെ ഈ പോള ഒഴിവാക്കി നമുക്ക് ഈ ചൂണ്ട വലിക്കാൻ പറ്റുള്ളൂ. അപ്പം മീൻ വല്ലതും കിട്ടുമ്പോൾ കാണിക്കാം. പോള കാരണം മുഴുവൻ ചൂണ്ടയും കിട്ടാനും ഒത്തില്ല. അപ്പോൾ നമ്മൾ ഈ ചൂണ്ട ഇവിടം വരെ വലിച്ചിട്ടും നമുക്കൊന്നും കിട്ടിയില്ല. അതുകൊണ്ടോ ചൂണ്ട മുഴുവൻ ഇതുപോലെ ചപ്പ് വന്ന് കയറി എല്ലാം കിടക്കുകയായിരുന്നു. അതാണ് ഇത് മീനൊന്നും കിട്ടാഞ്ഞത്. ഈ ഒരു ചൂണ്ടയിലല്ല, 2 ചൂണ്ടയിലും 2 വള്ളിയിലും ചപ്പായിരുന്നു. അതാണ് നമ്മൾ പ്രതീക്ഷിച്ച പോലെ മീൻ കിട്ടാതെ വന്നത്. അതാണ് ഇതിൻ്റെ വെള്ളം കയറുന്ന മട. അപ്പോൾ മടയൊന്നും കാണാനില്ല. കുറ്റിയാണ്. അപ്പം നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങളുടെ ഇന്നത്തെ ഈ കാഴ്ച നമുക്കൊരു വാളെ മാത്രമേ കിട്ടിയുള്ളൂ. 2 വള്ളി നമ്മൾ കെട്ടിയതാണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി കാണും. അല്ലെങ്കിൽ ചപ്പ് വന്ന് കയറി കാരണം നമ്മൾ പ്രതീക്ഷിച്ച പോലെ മീൻ കിട്ടിയില്ല. അതായത് ഇന്നത്തെ ഞങ്ങളുടെ ഈ കാഴ്ചകൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഞങ്ങളെ ഫോളോ ചെയ്യാനും മറക്കരുത്. ഓക്കെ. നമ്മുടെ വീട്ടിൽ വന്നിരിക്കുകയാണ്. വാളയെടുത്ത് നമുക്ക് ഈ കുറ്റിയിലിട്ട് കിട്ടാം. ഈ തുണിയിലിട്ട് കിട്ടാം. ചാകാതെ കിടക്കട്ടെ. എടാ ഇനി നനച്ച് നീ നേരെ തിണ്ണ അങ്ങോട്ട് കയറത്തില്ലേ? അവിടോട്ട് കയറത്തില്ലേ? കണ്ടോ എന്നാ മീൻ കിട്ടിയെന്നറിയാനായി വന്നത്. വള്ളത്തെ കയറി. ഇപ്പം വെള്ളത്തെ കയറിക്കോ. എപ്പോഴും അവൻ്റെ ശീലം അതാണ്. നമുക്ക് ഈ തുണിയിട്ട് കെട്ടിയിടാം. എത്ര സൗകര്യമായി. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.